പി കെ ശശിയുടെ മേലുള്ള നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതായത് നിങ്ങളല്ലേ കൊടുത്ത വാർത്ത എന്നോടായിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരിയാണ്. അതൊക്കെ അത് പാർട്ടിയല്ലല്ലോ ഒന്നും, അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളതും കൂടി പരിശോധിക്കാം. അല്ല, അതല്ല പാർട്ടി വിലയിരുത്തുന്നതാണ്. പുറത്ത് പറയേണ്ടത് മാത്രമേ പറയേണ്ടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പല കാര്യങ്ങളും ഒരു ദിവസം ഒന്ന് പറയും, രണ്ടാമത്തെ ദിവസം വേറെന്ന് പറയും, മൂന്നാമത്തെ ദിവസം വേറെന്ന് പറയും. നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുക, അവസാനിപ്പിക്കുക. അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് അതിനകത്ത് വേറെ പറയില്ല. കൊലക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലേ? നിങ്ങൾ അങ്ങനെ എന്ത് വാർത്തയും കൊടുക്കും. നമ്മളെന്ത് ചെയ്യണം? അതേ നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? റിപ്പോർട്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ചർച്ച ചെയ്തിട്ടേയില്ല. ഇന്ന് കൊലക്കാരെയും കൂടി അഭിപ്രായം കേട്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെയാണോ സംഘടനാപരമായിട്ട് രീതി? തെറ്റായ പോയിൻ്റാണ് അതെല്ലാം. അതൊക്കെ നമ്മളിൽ അതൊന്നും വിശദീകരിക്കാൻ പോകണ്ട, നിങ്ങളതുകൊണ്ട് പറഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിയായ ഇന്നലത്തെയോ? ഏത് തെറ്റായ നടപടി? അത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും ചർച്ച ചെയ്തു, ഇന്നും ചർച്ച ചെയ്തു. അതാ ശരിയായത്. അതെ, ഇത്രയാണ്. വന്നോട്ടെ. ഉണ്ടായിക്കോട്ടെ. ഒരു കാര്യമില്ല. ആ കണക്ക് കൂടി പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 151 51 വരെ 152 ഈ രണ്ടെണ്ണം കൂടി വരുമല്ലോ. മറ്റേ ഇവിടുത്തെ രണ്ടെണ്ണം കോൺഗ്രസിന് വരുമല്ലോ. കോൺഗ്രസിന് മൊത്തം പറഞ്ഞല്ലോ ഞാൻ നമ്പർ. CPM ഭൂഷണമാണോ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഭൂഷണം അല്ലാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം? എന്നുള്ളതുകൊണ്ട് എന്താ? അതല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം കുറ്റാരോപിതനായ ഒരാളാണ്. കുറ്റം ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി നിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചാൽ ഉണ്ടാകുക. രാജിവെച്ചാൽ ധാർമ്മികമായിട്ട് തിരിച്ചു കിട്ടൂല. അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ വമ്പിച്ച രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, MLA സ്ഥാനം രാജിവെച്ചാൽ നിയമപരമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് ചട്ടത്തിനനുസരിച്ച് എല്ലാം മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ? ധാർമ്മികമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതന്നെയാ പ്രശ്നം. എന്താ അഗ്നിശുദ്ധി വരുത്താണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിലൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് നിലപാട് സ്വീകരിക്കാം. നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞോ. യെസ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആവശ്യം പരിശോധിക്കാം നമുക്ക്. എന്താ എങ്ങനെയാ നിലപാട്? ഇപ്പം ഇന്നലത്തെ അല്ലേ സംഭവം? ഇന്ന് പരിശോധിക്കാൻ ഇന്നലെ കേട്ടു. നിങ്ങൾ തന്നെ റിപ്പോർട്ടറെ ഞാൻ കൊടുത്തത്. അത് ഞാൻ കേട്ടു. എങ്ങനെയുണ്ട്? അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാണ്. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. അല്ലല്ല, അതൊന്നുമില്ല. അത് ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ അത്. പിന്നെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ TV-യിലുള്ള ആ ഇൻ്റർവ്യൂ കണ്ടു, ആ ചർച്ചയും കേട്ടു. ആ കേട്ടതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ പരിശോധന നടത്തി വേണ്ട നിലപാട് സ്വീകരിക്കും. അതിനെയാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാണ്, ഞാൻ പറഞ്ഞല്ലോ. ആ വക നിർത്തി. പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും?
അവന് പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം പോലീസിനെ വിമർശിക്കുന്നവരല്ല. ആവശ്യത്തിന് വേണ്ടിയേ വിമർശിക്കാൻ പാടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിമർശിക്കാം. ആ വിമർശനം പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ആ അല്ല, അതെല്ലാം സംഘടനാപരമായിട്ട് അവർ നടത്തിക്കോട്ടെ. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രതിപക്ഷ നേതാവിന് പവർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസ്സിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അവർ പറഞ്ഞത്. ആ ഓ പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് ഇല്ലില്ല, രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞിരുന്നത്? രാജിവെക്കുന്നത് സംബന്ധിച്ച് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്. രാജിവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസും അവരും തീരുമാനിക്കട്ടെ എന്നാണ് പാർട്ടി എടുത്ത നിലപാട്. ഞങ്ങൾ ആ നിലപാടിന് പോയിട്ട് എന്തെങ്കിലും കാര്യലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന MLA-മാരുള്ളപ്പോഴും കോൺഗ്രസിനോട് നിങ്ങൾ രാജിവെക്കുന്നില്ല, രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന പോലെ കോപ്രായം കാണിക്കുകയല്ല ചെയ്തത്. ഓ ന്യായീകരണമല്ല, ഞാൻ വസ്തുതയാണ് പറഞ്ഞത്. എന്ത് ന്യായീകരണം? അത് പ്രതിയാണ്. എല്ലാവരും പ്രതിയാവുന്നത് കുറ്റാരോപിതമാണ്. കുറ്റം ആരോപിക്കുന്നതാണ്, കുറ്റവാളിയല്ല. കുറ്റം ചെയ്ത ആളല്ല. അതാ കാര്യം. ഇനി കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിലപാട് സ്വീകരിക്കാം. മനസ്സിലായോ? രണ്ടും രണ്ടാണ്. കുറ്റാരോപണവും അതുപോലെ തന്നെ കുറ്റം ചെയ്തതും രണ്ടും രണ്ടാണ്. കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. എന്താ കാര്യമില്ലാണ്ട് ഹേമ കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പം പുറത്തു വന്ന ഈ മുഴുവൻ വിവരവും ഇനി വരാൻ പോകുന്ന എല്ലാ വിവരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതാണ്. അത് ഇതിൻ്റെ അകത്ത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി വെച്ചത് ഇന്ത്യയുടെ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പമ്പിച്ച പ്രതിരോധമായി. അതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ഉണ്ടാവാൻ പോകുന്ന ഏത് ഇത്തരത്തിലുള്ള പീഡന സമീപനത്തിൻ്റെയും മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി. ആര്? ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ ആര് സംരക്ഷിക്കുന്നത്? മുകേഷിനെ. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പത്രക്കാർക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാനാണ് ശ്രമം. അതിന് വഴങ്ങാൻ മനസ്സില്ല. അതന്നെ കാര്യം. അതിന് വഴങ്ങാൻ മനസ്സില്ല.